മനഃശാസ്ത്രം ക്ലാസ് 50. ഗുണാത്മക മനോഭാവം ജീവിത വിജയത്തിന്. ഗുണാത്മക മനോഭാവം ജീവിത വിജയത്തിന്. ഇതിൽ 2 വാക്കുകളാണ് പ്രധാനമായുള്ളത്. ഒന്ന് ആറ്റിറ്റ്യൂഡ്, മറ്റൊന്ന് പോസിറ്റീവ്. ആദ്യം ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിനു മുമ്പ് പല ക്ലാസ്സിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഓരോ വാക്കിനും ഭാഷാശാസ്ത്രപ്രകാരം 5 തരം അർത്ഥമുണ്ടാകും. എൻ്റെ ക്ലാസ് ശ്രവിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് കാണാതെ പറയാൻ പറ്റുമോ? കാണാതെ പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ. അത്രയേ ഉള്ളൂ. ആറ്റിറ്റ്യൂഡിന് ഓരോരോ ഭാഷയ്ക്കൊന്ന് ഒരു വാക്കിനൊരർത്ഥം ഉണ്ടാവും, 2 ഒരു ടെക്നിക്കൽ മീനിങ് ഉണ്ടാവും, 3 നിയമപരമായൊരു മീനിങ് ഉണ്ടാവും. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ പുതിയ വിവാഹ നിയമം വരാൻ പോകുന്നു. അതിൽ ചൈൽഡ് മാരേജ് റെസ്ട്രെയിൻറ്റ് ആക്റ്റാണ് ചൈൽഡിന് നിയമത്തിൽ നിർവചിക്കും. ഇപ്പം ചൈൽഡിന് നിയമത്തിലുള്ള നിർവചനം പുരുഷൻ 21 വയസ്സ് വരെയും പെണ്ണ് 18 വയസ്സ് വരെയും ചൈൽഡാകുന്നു എന്നാണ് നിർവചിച്ചിരിക്കുന്നത് ചൈൽഡ് മാരേജ് റെസ്ട്രെയിൻറ്റ് ആക്റ്റിൽ. ഇനിയിപ്പം ഭേദഗതി വരുമ്പോൾ എന്താവും അറിയോ? 21 വയസ്സ് വരെ പുരുഷനും സ്ത്രീയും ശിശുവായിരിക്കും. അതാണ് നിയമപരമായ നിർവചനത്തിൻ്റെ ഒരു കറൻറ്റ് നിർവചനമാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന് പ്രാദേശിക അർത്ഥം, മറ്റൊന്ന് അവനവൻ മനസ്സിലാക്കി വച്ചിരിക്കുന്ന അർത്ഥം. 99% വാക്കുകളും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി വെച്ച അർത്ഥമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആറ്റിറ്റ്യൂഡിന് സൈക്കോളജിക്കലി പറഞ്ഞാൽ 3 വിധാനങ്ങളുണ്ട്. ഒന്ന് കോഗ്നിറ്റീവ് ലെവൽ എന്ന് പറയും. കോഗ്നിറ്റീവ് ലെവൽ എന്ന് പറഞ്ഞാൽ നമുക്കുള്ളൊരു വിശ്വാസം അല്ലെങ്കിൽ നമുക്കുള്ളൊരു അഭിപ്രായം, അതാണ് കോഗ്നിറ്റീവ് ലെവൽ. പിന്നെയുള്ളത് അതിന് ഒരു എമോഷണൽ ലെവലാണ്. എമോഷണൽ ലെവൽ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അക്കാര്യം നമ്മളെ ബിലീഫിൻ്റെയോ ഒപ്പീനിയൻ്റെയോ അടിസ്ഥാനത്തിൽ ഒന്നുകിൽ നമ്മളത് ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടില്ല. നമ്മൾ വി ലൈക്ക് ഇറ്റ് ഓർ വി ഡിസ്ലൈക്ക് ഇറ്റ്. മൂന്നാമത്തത് ഒരു ആക്ഷൻ ഇനാക്ഷൻ ലെവലാണ്, ഒരു ബിഹേവിയർ ലെവലാണ്. അതിനടിസ്ഥാനത്തിൽ ഒന്നുകിൽ നമ്മൾ പ്രവർത്തിക്കും, അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കില്ല. ഇനി നോക്കാം, ഹോമിയോപ്പതി മരുന്നുകളെല്ലാം വളരെ സാവധാനമേ ഫലിക്കൂ എന്നൊരു ബിലീഫ് ഒരാൾക്കുണ്ടെങ്കിൽ ഒരു ഹോമിയോ ഡോക്ടറെ അടുത്ത് പോവാൻ അയാൾ ഇഷ്ടപ്പെടില്ല. പോവാതിരിക്കുക എന്ന ഇനാക്ഷൻ അയാൾ ചെയ്യുകയും ചെയ്യും. റൈറ്റ്. ഇനി ഒരു വ്യക്തിയോടുള്ള ആറ്റിറ്റ്യൂഡ്, ആ വ്യക്തിയെപ്പറ്റി നമുക്ക് ഒരു മോശമായ ഒപ്പീനിയനാണ് ഉള്ളതെങ്കിൽ അയാളുമായി ഇടപാട് നടത്താൻ നമ്മൾ ഇഷ്ടപ്പെടില്ല, ഇടപാട് നമ്മൾ നടത്തുകയുമില്ല. ഇതാണ് 3 ലെവൽ: കോഗ്നിറ്റീവ് ലെവൽ, എമോഷണൽ ലെവൽ ആൻഡ് ബിഹേവിയർ ലെവൽ എന്ന് പറയുന്നത്. സാങ്കേതികമായി ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അതാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇനി പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന വാക്ക് വളരെ വ്യാപകമായി എല്ലാവരും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ എന്താണ് ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ? ഏതെങ്കിലും വ്യക്തിയോടോ അല്ലെങ്കിൽ സിറ്റുവേഷനോടോ കാര്യങ്ങളോടോ ഉള്ള പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണവശങ്ങൾ കാണാനുള്ള നമ്മുടെ കഴിവ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓരോന്നിൻ്റെയും ഗുണവശങ്ങൾ കാണാനുള്ള കഴിവ്. ഉദാഹരണത്തിന് കോവിഡ് വന്നപ്പോൾ നമുക്ക് ഒരുപാട് വിഷയങ്ങളുണ്ടായി. ഇപ്പോൾ ട്രെയിനർമാരെ സംബന്ധിച്ചിടത്തോളം നേരിട്ടുള്ള ക്ലാസ് കിട്ടാത്തത് കൊണ്ട് അവർ സൂം മീറ്റിംഗ് വെച്ചുകൊണ്ട് ക്ലാസ് എടുക്കാൻ തുടങ്ങി. ഞാനിപ്പോൾ ഒരുപാട് ഗ്രൂപ്പിലേക്ക് ഫ്രീ ആയുള്ള ക്ലാസ്സുകളും കുറച്ച് പെയ്ഡ് ക്ലാസ്സുകളും കൊടുക്കുന്നുണ്ട്. റൈറ്റ്. അപ്പോൾ ഈ സിറ്റുവേഷനെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ്. അവിടെയാണ് ഒരു വാചകം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. An optimist sees an opportunity in every calamity. Calamity means problem. And a pessimist sees a calamity in every opportunity.
ശുഭാപ്തി വിശ്വാസി ഓരോ പ്രശ്നത്തിലും ഒരവസരത്തെ കാണുന്നു. അശുഭാപ്തി വിശ്വാസി ഓരോ അവസരത്തിലും ഒരു പ്രശ്നത്തെ കാണുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടതായി നിങ്ങൾ മനസ്സിലാക്കണം. നിലവിലുള്ള സിറ്റുവേഷനെ നമുക്ക് എങ്ങനെ അനുകൂലമായി ഉപയോഗപ്പെടുത്താം എന്നത് ഒരു മനോഭാവത്തിൻ്റെ ഭാഗമാണ്. മനോഭാവത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മറ്റൊരു വാചകം ഇങ്ങനെയാണ്: യുവർ ആറ്റിറ്റ്യൂഡ് ഡിറ്റർമൈൻസ് യുവർ ആറ്റിറ്റ്യൂഡ്. നിങ്ങളുടെ മനോഭാവം നിങ്ങളുടെ ഉയർച്ച തീരുമാനിക്കുന്നു. നിങ്ങളുടെ മനോഭാവം നിങ്ങളുടെ ഉയർച്ച തീരുമാനിക്കുന്നു. പക്ഷേ എത്ര പേർക്ക് ഇതറിയാം? ഇതോടനുബന്ധമായി പറയേണ്ടതാണ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിൻ്റെ ടെക്നിക്കൽ മീനിങ് എന്താണ്? ഓരോ വ്യക്തിയിലെയും ഓരോ സിറ്റുവേഷനിലെയും ഓരോ കാര്യത്തിൻ്റെയും ദോഷവശങ്ങൾ കാണുന്ന പ്രവണത. അത് ഞാൻ ക്ലാസിക്ക് ഉദാഹരണം എടുക്കൽ രാഷ്ട്രീയത്തിൽ നിന്നാണ്. പ്രതിപക്ഷത്തെ എടുക്കുക. പ്രതിപക്ഷത്തിന് ഞാനുണ്ടാക്കിയ നിർവചനം: ഭരിക്കുന്ന പാർട്ടി ചെയ്യുന്ന ഒരു ഗുണവും കാണാൻ കണ്ണില്ലാത്ത പാർട്ടിക്ക് പ്രതിപക്ഷമെന്ന് പറയുന്നു. LDF ആവട്ടെ, UDF ആവട്ടെ, അല്ലെ വേറെ പുതിയതൊരു F ആവട്ടെ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. വലിയ സൈക്കോളജി ഒന്നും അതിന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വാസ്തവത്തിൽ നമ്മുടെ രാഷ്ട്രീയക്കാരിൽ പലരും, പാർട്ടികൾ പലതും അങ്ങേയറ്റത്തെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ളവരാണ്. ഇല്ലെങ്കിൽ ഈ ഗ്രൂപ്പിലുള്ള എൻ്റെ സൈക്കോളജി കേൾക്കുന്ന ആരെങ്കിലും അല്ല എന്നൊന്ന് പറയൂ. ഇല്ല. പിന്നെന്തോ ഇഷ്യൂ വരുമ്പോൾ സർവകക്ഷി വിളിക്കും. അത്രയേ ഉള്ളൂ. ഞാനിവിടെ പറയുന്നത് LDF ഒന്നും ചെയ്തില്ല എന്ന് UDF പറയും, UDF ഒന്നും ചെയ്തില്ല എന്ന് LDFും പറയും. രണ്ട് കൂട്ടരും കൂടിയാണ് കേരളത്തിൽ ഇതുവരെയുള്ള വികസനം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ഈ വിനീതൻ പറയും. സത്യമാണോ അല്ലേ? നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളി. വളരെ ദയനീയമായ ഒരവസ്ഥയിലാണ് നമ്മൾ. ഇതുപോലെ തന്നെ നമ്മൾ ഓരോ വ്യക്തിയെക്കുറിച്ച് പറയുന്നത്. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആളുകൾ വ്യക്തിയുടെ പോരായ്മകൾ ഇങ്ങനെ പറയുകയാണ്. അയാളെ പോസിറ്റീവ് കാണാൻ കഴിയുന്നില്ല, നെഗറ്റീവാണ് കാണുന്നത്. യെസ്, ഞങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഒരിക്കൽ മദ്യപാനം അവസാനിപ്പിക്കാനുള്ളൊരു ക്ലാസ് ഒരാൾ എടുത്തു. അങ്ങനെ അയാൾ 2 ഗ്ലാസ് കൊണ്ടുവന്നു. ഒരു ഗ്ലാസ്സിൽ ശുദ്ധമായ വെള്ളവും മറ്റേ ഗ്ലാസ്സിൽ മദ്യവും. എന്നിട്ട് രണ്ടിലും മണ്ണിരയിട്ടു. ശുദ്ധമായ വെള്ളത്തിലിട്ട മണ്ണിര അങ്ങനെ തുള്ളിക്കളിക്കുന്നുണ്ട്. മദ്യത്തിലിട്ട മണ്ണിര ചത്തുപോയി. എന്നിട്ട് ഇയാൾ ക്ലാസ് എടുത്തു. കണ്ടോ നിങ്ങൾ, മദ്യം ഇത്രയും മാരകമാണ്, മദ്യം ഇത്രയും മാരകമാണ് എന്ന് പറഞ്ഞ സമയത്ത് ഒരു മുഴുക്കുടിയൻ എഴുന്നേറ്റ് പറഞ്ഞു: ഞാൻ അങ്ങനല്ല മനസ്സിലാക്കിയിരിക്കുന്നത് സർ. മദ്യം നമ്മൾ സ്ഥിരമായി കഴിക്കണം, വയറിലുള്ള ഇരകളെല്ലാം ചത്തുപോകും. അങ്ങനെയുണ്ട് കാണുന്ന കാഴ്ച. നിങ്ങൾ നോക്കൂ. നിങ്ങൾ ഇതുപോലെ ഒരു ഹാഫ് ഗ്ലാസ് ഒരു വെള്ളമോ അല്ലെ ജ്യൂസോ എന്തുകൊണ്ടെന്ന് കരുതുക. അവിടെ ഹാഫ് ഗ്ലാസ് കാലിയാണ് എന്ന് പറയാം. അതേ സ്ഥാനത്ത് ആ ഗ്ലാസ് ഹാഫ് നിറഞ്ഞിട്ടുണ്ട് എന്നും പറയാം. നമ്മളൊക്കെ ക്ലാസ് പല സ്ഥലത്തും തുടങ്ങിയാൽ കേൾക്കുന്ന ഒരു നെഗറ്റീവുണ്ട്. എന്താ പറയുക, അവിടെ ഒരു ക്ലാസ് തുടങ്ങിയിരുന്നു, അത് 3 ക്ലാസ് നടത്തി പിന്നെ നിന്നുപോയി എന്ന് പറയും. പക്ഷെ 3 ക്ലാസ് കിട്ടിയില്ലേ. ഇപ്പോൾ ഗ്രൂപ്പ് തുടങ്ങുന്നതിനെ പറ്റി, ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അത് നിർജീവമായി പോയി. പക്ഷെ 2 ക്ലാസ് ഫ്രീ കിട്ടിയെങ്കിൽ അതൊരു ഗുണകരമായ കാര്യമല്ലേ? അതല്ല പറയുന്നത്. അത് നിന്നുപോയി എന്നാണ് പറയുന്നത്. നിന്നതുകൊണ്ട് ഇയാൾക്ക് എന്തേ നഷ്ടം ഉണ്ടായത്? അവിടെയാണ് ആറ്റിറ്റ്യൂഡ് തിരിയണമെങ്കിൽ ഒരു റിവേഴ്സ് തിങ്കിങ് നടത്താം. അതിൻ്റെ പേര് റിവേഴ്സ് തിങ്കിങ് എന്നാണ്. പലപ്പോഴും നമ്മൾ റിവേഴ്സ് തിങ്കിങ് നടത്താറില്ല. റിവേഴ്സ് തിങ്കിങ് നടത്തിയാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും. ഒരു കാര്യം നീട്ടി വെക്കണം എന്ന് തോന്നുകയാണ് നമുക്ക്. ഉടനെ ചിന്തിക്കുക, നീട്ടിവെച്ചത് കൊണ്ട് എനിക്കെന്ത് ഗുണമാണുള്ളത്? ഇപ്പം നീട്ടിവെക്കലുമായി ബന്ധപ്പെട്ടൊരു പുസ്തകമാണ് ഈറ്റ് ദാറ്റ് ഫ്രോഗ്. ആ തവളയെ തിന്നുക. തവളനെ തിന്നാനല്ല ഇതിൽ പറയുന്നത്. നീട്ടിവെക്കൽ എങ്ങനെ അവസാനിപ്പിക്കാം എന്നാണ് ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന പുസ്തകത്തിൽ പറയുന്നത്. ഇറ്റ്സ് എ വെരി ഫേമസ് ബുക്ക്. ഓക്കെ, നീട്ടിവെക്കൽ എങ്ങനെ അവസാനിപ്പിക്കണം.
അതൊരു മനോഭാവമാണ്. അപ്പോൾ നമ്മൾ വിജയിക്കാൻ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ മനോഭാവങ്ങളെ നമ്മൾ ശരിക്കും വിലയിരുത്തണം. റൈറ്റ്. മനോഭാവങ്ങൾ രൂപപ്പെടുന്നത് പല വിധത്തിലാണ്. ഒന്ന്, നമുക്കുള്ള വിവരമനുസരിച്ച് മനോഭാവങ്ങൾ രൂപപ്പെടും. വിവരക്കേട് അനുസരിച്ചും മനോഭാവം രൂപപ്പെടും. പുതിയ വിവരം കിട്ടുമ്പോൾ നമ്മളെ മനോഭാവം നമ്മൾ മാറ്റും. എനിക്കും തുടക്കത്തിൽ ഹോമിയോപ്പതിയെ പറ്റി സാവധാനം ഫലിക്കുന്നതാണ്, അത് പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കുമുള്ള മരുന്നാണ് എന്നൊക്കെ ഞാൻ ധരിച്ചിരുന്നത്. പക്ഷേ ഹോമിയോപ്പതിയെപ്പറ്റി ഒരു സാധാരണക്കാരൻ്റെ പഠനം ഞാൻ നടത്തിയപ്പോൾ വളരെ അത്ഭുതകരമായ മരുന്നുകൾ ഹോമിയോപ്പതിയിലുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ഞരമ്പ് പൊട്ടി എന്ന് പറയുന്ന രോഗമുണ്ടായിരുന്നു. ഇംഗ്ലീഷിൽ അതിന് മരുന്നില്ല എന്ന്, കഠിനമായ വേദനയാണ്, ഉറങ്ങാൻ പോലും കഴിയില്ല. അവസാനം ഫ്ലവർ റെമഡി എന്ന് പറയുന്ന മരുന്ന്, അതിൽ നിന്നാണ് എനിക്കതിന് മരുന്ന് കിട്ടിയത്. അപ്പോൾ നമ്മൾ അവിടെ മനോഭാവങ്ങൾ നമ്മൾ പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴത് പരിശോധിക്കുക? അതുകൊണ്ട് ആറ്റിറ്റ്യൂഡിനെ പറ്റി നന്നായി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഓക്കെ, എല്ലാവർക്കും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് പല വിഷയത്തിലുണ്ട്. എനിക്കുണ്ട്, മൈസെൽഫ് ഇൻക്ലൂഡഡ്. നമ്മൾ പലപ്പോഴും പറയൽ അയാൾക്ക് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണെന്ന് പറയുന്നത് കേട്ടാൽ തോന്നും നമുക്ക് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഒന്നുമില്ല എന്ന്. യെസ്, ഇപ്പോൾ കോടതിയിലൊരു വിധി വന്നു, നിങ്ങൾ കേട്ടിരിക്കും. അതായത് പാരമ്പര്യ വൈദ്യന്മാരൊന്നും തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. വാസ്തവത്തിൽ ഡിഗ്രി ഉള്ളവരെക്കാളും സുന്ദരമായി ചികിത്സിക്കുന്നവരാണ്. പക്ഷേ ഈ വാർത്ത കൊടുക്കുന്നതിനോടുള്ള ചില പത്രങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നോക്കൂ നിങ്ങൾ. പത്രങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നോക്കി അതിൽ എഡിറ്റർമാരുടെ, എഡിറ്റർ ബോർഡിൻ്റെ ആറ്റിറ്റ്യൂഡ്. ഇപ്പോൾ ഒരിക്കൽ ഗൂഡല്ലൂർ 7 കോടി രൂപയുടെയോ മറ്റോ മായം ചേർത്ത ചായപ്പൊടി പിടികൂടി. അപ്പോൾ ഞാനതിങ്ങനെ വായിച്ചു. പക്ഷേ കമ്പനീൻ്റെ പേര് പത്രം കൊടുത്തിട്ടില്ല. എന്തേ കാരണം? അപ്പോൾ ആറ്റിറ്റ്യൂഡിനെ താല്പര്യങ്ങളും സ്വാധീനിക്കും. ആറ്റിറ്റ്യൂഡ് വളരെ വിശദമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. മനഃശാസ്ത്രം കോഴ്സുകളിലൊന്നും അത് അത്ര വിശദമായി പഠിക്കില്ല. ലേറ്റസ്റ്റ് സൈക്കോളജി ബുക്കുകൾ തന്നെ ഒരുപാട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു ബുക്ക് ഇവിടെ പോസ്റ്റ് ചെയ്ത് കാണിക്കാം. ഇവൻ നമ്മുടെ സന്തോഷം, ദ ബി ഹാപ്പി ആറ്റിറ്റ്യൂഡ്, 8 പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ദാറ്റ് ക്യാൻ ട്രാൻസ്ഫോം യുവർ ലൈഫ് എന്നൊരു പുസ്തകം റോബർട്ട് എച്ച് ഷള്ളർ എഴുതിയതാണ്. അത് ഞാനിവിടെ പോസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, ഇത് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ഇത് ഓറിയൻറ്റ് പേപ്പർ ബാഗ്സാണ്, ഡൽഹിയിൽ. വാങ്ങി വായിക്കാം. പക്ഷേ നമുക്ക് വായിക്കുന്നതിനോടുള്ള മനോഭാവം അങ്ങനെയുണ്ട്. കുട്ടികളിൽ വായനാശീലം വളർത്തണം. ഞാൻ പറയുന്നത് വലിയവരിൽ വായനാശീലം വളർത്തണമെന്നാണ്. അവിടെയാണ് യഥാ രാജ തഥാ പ്രജ. രാജാവ് എങ്ങനെയുണ്ടോ അങ്ങനെ പ്രജകളുണ്ടാവും. യഥാ പിതാ തഥാ പുത്ര. പിതാവ് എങ്ങനെയുണ്ടോ അങ്ങനെ ഉണ്ടാകും മക്കളും. കാരണം ബിഹേവിയർ ആൻഡ് ഹാബിറ്റ്സ് ആർ കോപ്പീഡ്. അത് നമ്മൾ കോപ്പി അടിക്കുകയാണ് ചെയ്യുക. റൈറ്റ്. അപ്പോൾ ആറ്റിറ്റ്യൂഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കൊരു ആറ്റിറ്റ്യൂഡ് അനലൈസിസ് വർക്ക്ഷോപ്പുകൾ നടത്താറുണ്ട് നമ്മൾ. ചുരുങ്ങിയതൊരു 3 ദിവസം തന്നെങ്കിലും വേണം അത് നടത്താൻ. എന്നിട്ട് നമ്മുടെ സ്വന്തം നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുകൾ എന്താണ് എന്ന് നമ്മൾ വിലയിരുത്തണം. എന്നിട്ട് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുകളിൽ മാറ്റം വരുത്തണം. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മൾ, ഉദാഹരണത്തിന് ആരോഗ്യശാസ്ത്രം പഠിക്കുന്നതിനോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? ഇപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാതൃഭൂമി ആരോഗ്യ മാസികയും മനോരമ ആരോഗ്യ മാസികയും നമ്മൾ വായിക്കണമെന്ന്. ഉടനെ കമൻറ്റ് വന്നു അത് വായിക്കാൻ പാടില്ല എന്ന്. ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് നമ്മൾ. പിന്നെ അവിടെ എന്തിനുണ്ടാവും മെറിറ്റും ഡീമെറിറ്റും ഇല്ലാത്ത യാതൊന്നും ലോകത്തില്ല. ഞാൻ പൊതുവെ പറയുന്നത് ഒരു തത്വശാസ്ത്രമാണ്. ഇവിടെ ഒന്നുകൂടി നിങ്ങൾ കൂട്ടത്തിൽ കൂട്ടി വായിക്കണം. എവറി ജനറൽ റൂൾ ആസ് എക്സംഷൻസ്. ഒരു പൊതു നിയമം നമ്മൾ എപ്പോൾ പറയുന്നുവോ അതിന് എക്സംഷൻസ് ഉണ്ടാവും. അതും പഠിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഇന്ത്യ രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തും പറയാൻ കഴിയില്ല.
ഒരാളെ മാനക്കേടിലാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഡിഫേമേഷൻ കേസ് വരും. എന്തും വിളിച്ച് പറയാനുള്ള സ്വാതന്ത്ര്യമൊന്നുമില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങൾ നോക്കുക, എല്ലാത്തിൻ്റെയും അവസാനം എല്ലാ മൗലികാവകാശത്തിനും ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പലർക്കും അറിയില്ല. നമ്മൾ മൗലികാവകാശം എന്നിങ്ങനെ പറയാം. ഇപ്പോൾ സ്ത്രീ പുരുഷ സമത്വം, അതിൻ്റെ അവസാനത്തിൽ സ്ത്രീ പുരുഷ വിവേചനം നടത്താനുള്ള വകുപ്പുണ്ട്. പക്ഷേ ഇത് നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ പൊതുവിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അത് നമ്മൾ പഠിക്കണം. ഇപ്പം ഒരു കാര്യം എൻ്റെ താല്പര്യത്തിന് വിരുദ്ധമാകുമെങ്കിൽ അതിനനുസരിച്ചുള്ള ആറ്റിറ്റ്യൂഡ് എനിക്കുണ്ടാവും. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കേട്ടിരുന്നു, കൗൺസിലിംഗ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾക്ക് മാത്രമേ നടത്താൻ പാടുള്ളൂ എന്ന് ഇവിടെ ഒരു പ്രചരണം നടന്നിട്ടുണ്ട്. അതൊരു താല്പര്യാധിഷ്ഠിത പ്രചരണം എന്നല്ലാതെ ജനറൽ കൗൺസിലിംഗ് നടത്തുന്നതിന് ഇവിടെ ഒരു തടസ്സമുള്ളതായി എൻ്റെ അറിവിലില്ല. നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം. അപ്പോൾ നമ്മുടെ വിവരവും വിവരക്കേടും അനുസരിച്ചും നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറും. ഒരു വ്യക്തിയെക്കുറിച്ചുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഓക്കെ, അയാൾ വളരെ മോശക്കാരനാണ് എന്ന് നമ്മൾ ഒരു ആറ്റിറ്റ്യൂഡ് അനുസരിച്ചാണ് നമ്മൾ അയാളോട് പെരുമാറുക. ആറ്റിറ്റ്യൂഡ് അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുക. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും ആറ്റിറ്റ്യൂഡ് എത്ര ക്ലാസ് എടുത്താലും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കഴിയില്ല. ആറ്റിറ്റ്യൂഡ് സംബന്ധമായ പുസ്തകങ്ങൾ ഞാൻ ഇൻഷാ അല്ലാഹ് പോസ്റ്റ് ചെയ്യും. അതൊക്കെ ഒന്ന് വാങ്ങി വായിക്കുക. ഇനി വായനയോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താ? വാട്സപ്പ് വന്നതോടുകൂടി, TV വന്നതോടുകൂടി വായന മരിക്കുകയാണ് എന്നുള്ള സാഹിത്യം, നാട്ടുകാരെ വർത്താനം നമ്മളത് നിർത്തിവെക്കുക. എൻ്റെ വായന എങ്ങനെയുണ്ടെന്ന് വിലയിരുത്തി നമ്മൾ നാട്ടുകാരെയും കൂടി കൂട്ടിയാൽ പറയും. ഞങ്ങളുടെ നാട്ടിൽ പറയലുണ്ട്, മുമ്പ് കോൽക്കാരനോട്, വില്ലേജ് ഓഫീസിലുള്ളവൻ്റെ പേരാണ് കോൽക്കാരൻ, അയാളോട് ശമ്പളം ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കും അധികാരിക്കും കൂടി ഇത്ര ശമ്പളം ഉണ്ട് പറഞ്ഞു. നാട്ടുകാരെ കൂട്ടി പറയൽ നിർത്തിവെക്കുക. എൻ്റെത്, നമ്മൾ ഒരുപാട് പൊതുപ്രസ്താവന നടത്താറുണ്ട്, നാട്ടുകാരെയും കൂട്ടിയിട്ടാണ് നമ്മൾ പൊതുപ്രസ്താവന. ഇന്നത്തെ മനുഷ്യന്മാർക്കൊന്നും ഒരു ദയയില്ല. ഉടനെ നമ്മൾ പറയണം മൈസെൽഫ് ഇൻക്ലൂഡഡ് ഓർ മൈസെൽഫ് എക്സ്ക്ലൂഡഡ്. ഞാനും ഈ പൊതു നിയമത്തിൻ്റെ ഉള്ളിലാണോ അതല്ല പുറത്താണോ? ഇന്ന് വായന വളരെ കുറവാണ്, വായനയോടുള്ള മനോഭാവം. അതെ, ഞാൻ വായനാശീലമുള്ളവരാണോ അല്ല ഞാൻ വായനാശീലം ഇല്ലാത്തവനാണോ? നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണിത്. റൈറ്റ്. അപ്പോൾ മനോഭാവത്തെപ്പറ്റി ശരിക്കും നമ്മൾ പഠിക്കണം. നമ്മളെ മനോഭാവം നമ്മൾ വിലയിരുത്തണം. കോവിഡ് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ടുള്ള ക്ലാസ്സുകൾ നടത്താറുണ്ട്. ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് കുറച്ചധികം സമയം കിട്ടുന്നുണ്ട് എന്ന് മാത്രമല്ല, സീനിയർ സിറ്റിസൺ ആയതുകൊണ്ട് സ്വാഭാവികമായും കൂടുതൽ സമയം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം ക്ലാസ്സുകളൊക്കെ കുറച്ച് എടുക്കാൻ കഴിയുന്നത്. ഓൾറൈറ്റ്. ഏതായാലും നിങ്ങളൊക്കെ ഇപ്പോഴുണ്ടാവേണ്ട ഒരു മനോഭാവം എന്താ അറിയോ? നിങ്ങൾക്കുണ്ടാവേണ്ട മനോഭാവം, തൻ്റെ മനോഭാവത്തെപ്പറ്റി പഠിക്കാനുള്ള ഒരു മനോഭാവം എല്ലാവർക്കും ഉണ്ടാവുക. തൻ്റെ മനോഭാവത്തെപ്പറ്റി പഠിക്കാനുള്ള ഒരു മനോഭാവം എല്ലാവർക്കും ഉണ്ടാവുക. ഇനി നമ്മൾ ഇതുവരെ കേട്ടിരിക്കുന്നത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് മാത്രമാണ്. ഞാൻ ചിന്തിച്ചെടുത്തോളം ഒരു ആറ്റിറ്റ്യൂഡ് കൂടി ഉണ്ട്, ന്യൂട്രൽ ആറ്റിറ്റ്യൂഡ്. പലപ്പോഴും നമ്മൾ ഒന്നുകിൽ പോസിറ്റീവാവും, പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവാവും. അതിന് പകരം വേണ്ടത്ര വിവരം നമുക്കില്ല എങ്കിൽ, തെളിവ് നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ, നമ്മൾ ന്യൂട്രൽ ആറ്റിറ്റ്യൂഡിൽ നിൽക്കുക. എന്നിട്ട് ആ വിഷയം കൂടുതൽ പഠിക്കാൻ തുടങ്ങുക. ഇത് പലരും ചെയ്യില്ല. പോസിറ്റീവ് അല്ല നെഗറ്റീവ്, നെഗറ്റീവ് അല്ലേ പോസിറ്റീവ്. ന്യൂട്രൽ ആറ്റിറ്റ്യൂഡിൽ നിൽക്കുക. എന്നിട്ട് അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുക. ഇപ്പോൾ NLP സ്യൂഡോ സയൻസ് ആണ് എന്ന് ആരോ പറയുന്നു, അതങ്ങനെ തന്നെ ഏറ്റു പറയുകയും ചെയ്യുന്നു. NLPയിലുള്ള പല ടെക്നിക്കുകളും ഞാൻ പ്രയോഗിച്ച് നോക്കിയിട്ടില്ല. ചിലതൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്, അത് നല്ല റിസൾട്ടും തരുന്നുണ്ട്. ബാക്കിയുള്ളതിനെപ്പറ്റി ഞാൻ ഇപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്, NLPക്കാരോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് കിട്ടുന്നതനുസരിച്ച് എൻ്റെ ആറ്റിറ്റ്യൂഡ് ഞാൻ മാറ്റും. NLPയിൽ ഒരുപാട് നല്ല തത്വങ്ങളുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ആറ്റിറ്റ്യൂഡിൽ വിശ്വാസം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു.
റൈറ്റ്. കൂടുതൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മറ്റ് ടെക്നിക്കുകൾ എത്രമാത്രം എഫക്റ്റീവാണ് എന്ന് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ്, അതാണ് എൻ്റെ ഒരു ന്യൂട്രൽ ആറ്റിറ്റ്യൂഡ് ആയിട്ട് ഞാനിവിടെ പറയുന്നത്. ഏതായാലും ആറ്റിറ്റ്യൂഡിനെ കുറിച്ചുള്ള കുറച്ച് ഫീച്ചേഴ്സൊക്കെയാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. സ്വന്തം ആറ്റിറ്റ്യൂഡുകൾ എങ്ങനെയാണ് എന്ന് വിലയിരുത്താൻ നിങ്ങളൊക്കെ തയ്യാറാകണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനഃശാസ്ത്രം ക്ലാസ് ഇന്ന് 50ാമത്തെ ക്ലാസ്സാണ്. താങ്ക് ഗോഡ്. ഓക്കെ. ഈ ക്ലാസ് തരുന്നത് അഡ്വക്കേറ്റ് ഇസ്മായിൽ വഫ, 9847009508. ഐ റിപ്പീറ്റ്, 9847009508. Thank you. Have an happy day.